ഇവിടെ നമ്മുടെ സ്വഭാവമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. വലിയ മഹാനാണ് അലി ഇബ്നു മൂസ റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കുറിച്ച് പറയാണ്, ഒരു നിറം കറുപ്പാണ്, കാരണം ഉമ്മ കറുപ്പായതുകൊണ്ട്. ഇവിടെ നൈസാബൂറിലെ അവരുടെ വീടിനടുത്ത് ഒരു പൊതു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ പൊതു ടോയ്ലറ്റ് ആകുമ്പോൾ അത് വരുന്ന ആവശ്യക്കാർക്ക് തുറന്നു കൊടുക്കും. അവിടെ ഒരു ജോലിക്കാരനുണ്ടാകും. അപ്പോൾ അത് ആവശ്യക്കാർ വരുമ്പോൾ അവർ തുറന്നു കൊടുക്കും. അവർക്ക് വെള്ളം വേണേൽ വെള്ളം കൊടുക്കും, ഈ ജോലിക്കാരൻ വെള്ളം കൊടുക്കും. അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ അലി ഇബ്നു മൂസ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പോയ സമയത്ത് ഒരാൾ വന്നു. അപ്പോൾ ഇയാളാണ് ജോലിക്കാരൻ എന്ന് കരുതി. അങ്ങനെ ഇയാളോട് മഹാനവറുകളോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, എല്ലാം ചെയ്തു, തിരിച്ചു വന്നു. അങ്ങനെ ഈ മഹാനവറുകളെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിച്ചത് തിരിച്ചറിയുന്ന ഒരു സമയമാകുമ്പോഴാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഓടി രക്ഷപ്പെടുന്നത്. അപ്പൊ പറഞ്ഞതാണ് എന്ത്, അവിടെ ഒന്നും പ്രശ്നമില്ല. അതായത് നമ്മൾ ഒരു പ്രയാസകരമായ അല്ലെങ്കിൽ നമ്മുടെ നിലവാരത്തിന് താഴെയുള്ള ഒരു ജോലി ചെയ്യേണ്ടി വന്നതിൻ്റെ പേരിൽ നമുക്ക് പ്രയാസം തോന്നുന്ന അവസ്ഥ, നമുക്ക് വിഷമം തോന്നുന്ന ഒരവസ്ഥ, അത് നമ്മുടെ കൽബിൻ്റെ ഒരു കൽബ് താഴോട്ട് പോകുമ്പോഴുള്ള മനസ്സിൻ്റെ സ്വഭാവത്തിൻ്റെ നിലവാരം താഴോട്ട് പോകുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. അപ്പം മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലൊക്കെ ചില വലിയ മഹാന്മാർ അവരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി വന്നാൽ ഒരു വലിയ മഹാനും വലിയ ഒരുപാട് അനുയായി വൃന്ദമൊക്കെ ഉള്ള ആളായിരിക്കും. അപ്പം മനുഷ്യ ശുദ്ധമാകാൻ വേണ്ടി പറയുന്ന ഒരു പണിയെടുക്കും, ഒരു കത്തിയും ഒരു ആയുധവും കൊടുത്തിട്ട് കാട്ടു പോയിട്ട് വിറക് വെട്ടിയിട്ട് പോവാം. വിറക് വെട്ടി വരുന്നു. വിറക് വെട്ടി വന്നപ്പോൾ പറയുന്നത് ഇത് പകുതിയാക്ക്, പകുതി കൊണ്ടുപോയി വിറ്റിട്ട് പോവാം. പകുതി വിറ്റിട്ട് വന്നു, അതിൻ്റെ ക്യാഷ് കയ്യിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, സാധനങ്ങൾ വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊണ്ട കൊടുക്കുകയാണ്. ഇതുവരെ എല്ലാവരും നമുക്ക് ഖിദ്മത്ത് ചെയ്തതാണ്. ആ നമുക്ക് ഖിദ്മത്ത് ചെയ്ത ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ഖിദ്മത്ത് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ പ്രയാസം തോന്നാതിരിക്കും, പക്ഷെ അത് ചെയ്തു നോക്കണം. അത് റിഫായ് ശൈഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അത് ചെയ്യുമ്പോൾ അപ്പോൾ വിഷമമില്ല. ഇത് എനിക്ക് മുദരിസായിട്ട് ഇത് മാത്രമേ ശീലമുള്ളൂ, എല്ലാവരും എനിക്ക് ഖിദ്മത്ത് ചെയ്തു മാത്രമേ ശീലമുള്ളൂ, അതിൻ്റെ മഹത്വം പറഞ്ഞും അത് ചെയ്തിട്ടേ ശീലമുള്ളൂ, മറ്റൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അത് തഹ്ദീബുൽ ഖൽബിന് അഥവാ മനസ്സിനെ പരിശീലിപ്പിക്കുന്ന ഇടത്തൊരു മാറ്റത്തിന് പറ്റണം. അതാണ് അതിലൊരു മർമ്മം. അതിൻ്റെ ഒരു സാമ്പിളാണ് വലിയ വലിയ മഹാന്മാരുടേത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇത് അതിൽ കാണാലോ. വഖാല യൂസുഫ് ഇബ്നു അസ്ബാത്ത് റളിയല്ലാഹു അൻഹു അലാമത്തു ഹുസ്നുൽ ഖുലുഖി അശ്റു ഖിസാലിൻ ഖില്ലത്തുൽ ഖിലാഫ് വഹുസ്നുൽ ഇൻസാഫ് വതർക്കു ത്വലബുൽ അസ്റാത്ത് വതഹ്സീനു മാ യബ്ദു മിനസ് സയ്യിആത്ത് വൽതിമാസുൽ മഅ്ദിറ വഇഹ്തിമാലുൽ അദാ والرجوع بالملامة على النفس والتفرد بمعرفة عيوب نفسه دون عيوب غيره وطلاقة الوجه للصغير والكبير ولطف الكلام لمن دونه ولمن فوقه. 10 കാര്യങ്ങളാണ് തഹ്ദീബുൽ ഖൽബ് ഉണ്ടായാൽ, മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താലുള്ള 10 ലക്ഷണങ്ങൾ. പറ്റുമെങ്കിൽ ഇത് നോട്ട് ചെയ്തിട്ട് സ്ഥിരമായിട്ട് കാണുന്നിടത്ത് ഡിസ്പ്ലേ ചെയ്യണം. എപ്പോഴും കാണുന്നിടത്ത് ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് നിരന്തരം നമ്മളെ പരിശീലിപ്പിക്കേണ്ട സാധനം. ഒന്നാമത്തത് എന്താണ്? ഖില്ലത്തുൽ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസം കുറയുക. ഇപ്പം നമുക്കെതിരെ മറ്റൊരാൾ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസം കുറയണം. അയാളിൽ ഈ ഒരു അഭിപ്രായം, അയാളുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മുടേതല്ലാത്തൊരു അഭിപ്രായം മറ്റേയാൾ പറയുമ്പോൾ അയാൾക്ക് എന്തോ ഒരു സാധ്യത ഉണ്ടാവുമല്ലോ, ആ സാധ്യതയായിട്ട് അയാൾ മുന്നോട്ട് പോകട്ടെ. അപ്പൊ എന്ത് ചെയ്യണ്ട, അയാളുമായിട്ട് എതിർക്കാൻ പോകേണ്ടതില്ല. ഖില്ലത്തുൽ ഖിലാഫ്, തർക്കം കുറയുക. അയാൾ അതാ ഉദ്ദേശിക്കുന്നത്, അതിലൊരു നന്മ ഉണ്ടാവുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന് ഇത്തിബാ ചെയ്ത് നമ്മൾ പറയുന്നു അധ്യാപകൻ അടിക്കേണ്ടതില്ല. അപ്പൊ വേറൊരാൾ അടിക്കണോന്ന് പറഞ്ഞപ്പോൾ അല്ലാണ്ട് അയാളൊരു നല്ല ഉദ്ദേശം ധരിക്കുന്നുണ്ട്, അയാൾ തൽക്കാലം അടിച്ചോട്ടെ, നമ്മൾ തമ്മിൽ തർക്കിക്കണ്ടല്ലോ.
അപ്പൊ പിന്നെ അയാൾ പറയുന്നു ആ അടിക്കൊന്നും വേണ്ട, അത് പണ്ടത്തേനെ കുറിച്ച് പണ്ടത്തേനെ നന്നാക്കാൻ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, തർക്കിക്കണ്ട. അപ്പൊ ഖില്ലത്തുൽ ഖിലാഫ് 1. 2 ഹുസ്നുൽ ഇൻസാഫ്, എന്താണ്? നിഷ്പക്ഷത. നമ്മുടെ ഭാഗം ശരിയാക്കണം, നമ്മുടെ ഭാഗം ശരിയാക്കി പറയണം എന്നുള്ള ഒരു അത്യാർത്തി ഉണ്ടാകാതിരിക്കുക, നിഷ്പക്ഷത പാലിക്കുക, തഅസ്സുബില്ലാതിരിക്കുക, പക്ഷപാതിത്വമില്ലാതിരിക്കുക. ഹുസ്നുൽ ഇൻസാഫ്, പക്ഷപാതിത്വം ഇല്ലാതിരിക്കുക. നമ്മളെ ആൾക്കാർ ഒരു ടീമിന് ഒരു സംഭവം ഉണ്ടായി, മറുവശത്ത് മറ്റൊരാൾക്ക് സംഭവം ഉണ്ടായാലും എന്ത് ചെയ്യരുത്, അവിടെ തെറ്റും ശരിയും നോക്കാതെ നമ്മളാളെ ശരിപ്പെടുത്തണം എന്ന ചിന്ത ഉണ്ടാകരുത്. ശരികൾക്ക് മാത്രം പ്രാധാന്യം, എന്തില്ല, നമ്മളെ പക്ഷത്തെ നന്നാക്കി എടുക്കണം, വെളുപ്പിച്ചെടുക്കണം എന്ന ആ ആർത്തി അതില്ലാതിരിക്കുക. ഹുസ്നുൽ ഇൻസാഫ്. 3 തർക്കു ത്വലബിൽ അസറാത്ത്, എല്ലാറ്റിനും അണബൈ കണക്ക് പറഞ്ഞ് തീർക്കുക. എല്ലാറ്റിനും കണക്ക് പറഞ്ഞ് തീർക്കുന്ന സ്വഭാവം. തർക്കു ത്വലബുൽ അസറാത്ത്. ഇപ്പോൾ അയാൾ എന്നെ 2 തവണ ചീത്ത വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കൽ ചീത്ത വിളിച്ചാൽ പോരാ, 2 കൂടി ചീത്ത വിളിക്കും. അങ്ങനെയുണ്ടല്ലോ. പറഞ്ഞതിന് കണക്കായിട്ട് തിരിച്ചു പറയണം, എന്നാലേ ശരിയാവുള്ളൂ. ആ ശൈലി. 3 തഹ്സീനു മാ യബ്ദു മിന സയ്യിആത്ത്, മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാണുമ്പോൾ അതിൻ്റെ ഒരു നല്ല വശത്തിൻ്റെ സാധ്യത നോക്കുക. തഹ്സീനു മാ യബ്ദു മിന സയ്യിആത്ത്. തഹ്സീനു മാ യബ്ദു, ബദാ യബ്ദു, ലഹറ യൽഹറു എന്നുള്ള അർത്ഥത്തിൽ. മിന സയ്യിആത്ത്, നെഗറ്റീവ്സ്. ഇബാറത്ത് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. തഹ്സീനു മാ യബ്ദു മിന സയ്യിആത്ത്, ഒരു നെഗറ്റീവ് മറ്റൊരാളിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു നല്ല വശം അന്വേഷിക്കുക, അതിനൊരു നല്ല വശം സാധ്യത ഉണ്ട് എന്നുള്ളത് കാണുക. ഇത് ഹുസ്നുൽ ഖുലുഖിൻ്റെ 10ൽ എത്രാമത്തത് ഇപ്പം നമ്മൾ പറഞ്ഞ? 4-മത്തത്. 5-മത്തത് വൽത്തിമാസുൽ മഅദിറ. ഒരാൾ സോറി പറഞ്ഞാൽ അപ്പം സ്വീകരിക്കണം. ഇപ്പം എല്ലാം ചെയ്തിട്ട് പിന്നെ സോറിയാ, അതാകരുത്. വൽത്തിമാസുൽ മഅദിറ, ഒരാൾ സോറി പറഞ്ഞാൽ അത് സ്വീകരിക്കണം, പിന്നെ എന്ത് ചെയ്ത് പിന്നാലെ കൂടരുത്. വൽത്തിമാസുൽ മഅദിറ. ഒരു ഉദുർ പറഞ്ഞാൽ, ഒരു മുത്തഅല്ലിം ഉദുർ പറഞ്ഞു, ഇനി അത് മറ്റവനൊക്കെ പറഞ്ഞോടെ ഇനി വേറെ പറ, അവനുള്ളൊരു ഉദുർ പറയാണ്. അപ്പോൾ അത് ബാക്കിയുള്ളവരും പറഞ്ഞു ഇനി വേറെ പറ, ഭയങ്കര ഇൻസൾട്ടിങ് ആണ്. അതൊരു മുത്തഅല്ലിം ആകെ യളീഖു ഖൽബുഹു. ഇൽത്തിമാസുൽ മഅദിറ. ഇപ്പോൾ വീട്ടിൽ ഭാര്യ എന്തോര് പറഞ്ഞിട്ട് അത് പറ്റിപ്പോയതാ, അത് സാരമില്ല, അങ്ങനെ പറ്റിപ്പോയല്ല, എല്ലപ്പോൾ പറ്റിപ്പോയല്ല, കഴിഞ്ഞ ആഴ്ച പറ്റിയിട്ടില്ലേ, അതല്ല എന്ത് ചെയ്യേണ്ടത് അവിടെ. വഹ്തിമാലുൽ അദാ. ഇപ്പം എത്രാമത്തെ? വൽത്തിമാസുൽ അത് മഅദിറ, സോറി 5-മത്തത്. 6-മത്തത് വഹ്തിമാലുൽ അദാ. ആരടുത്തെങ്കിലും ഒരു പ്രയാസമൊക്കെ ഉണ്ടായാൽ അത് സഹിക്കണം. ഒരു പ്രയാസം ഉണ്ടായാൽ അണ്ടർസ്റ്റാൻഡിങ്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം. ഒരു പ്രയാസം ഉണ്ടായാൽ അത് ഉൾക്കൊള്ളണം. ഒരു ക്യാമ്പൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയില്ല, ഇന്നത് മതി, സ്വഭാവത്തിൻ്റെ ലക്ഷണമാണത്, ഇനി ഇത് മതി, കുഴപ്പമില്ല. വഹ്തിമാലുൽ അദാ. ഇപ്പം എന്ത് സുഖം ഉണ്ടാവും. അപ്പോൾ 6-മത്തത്. 7-മത്തത് ഇപ്പം പറഞ്ഞോ. 7-മത്തത് വറുജൂഉ ബിൽ മലാമത്തി അലൻ നഫ്സ്. ആക്ഷേപം പരമാവധി നമ്മളെ ഏറ്റെടുക്കുക. വറുജൂഉ മടങ്ങുക, ബിൽ മലാമത്തി ആക്ഷേപം കൊണ്ട് മടങ്ങുക, അലൻ നഫ്സ് നഫ്സിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ആക്ഷേപം എപ്പോഴും നമ്മളെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, നമ്മളെ സ്വയം ഏറ്റെടുക്കുക. എന്നിട്ട് എന്നാൽ പിന്നെ വേഗം തീർക്കാലോ. മറ്റുള്ളവരുടെ ഭാഗത്താക്കിയാൽ ഓല് തീർത്തിട്ടില്ലേ, കുടുങ്ങിയില്ലേ. ആക്ഷേപാർഹമായ സംഗതികൾ പരമാവധി നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ തീർക്കുക, അത് ശരിയാണ്. നമ്മൾ റുജൂഉ ബിൽ മലാമത്തി അലൻ നഫ്സ്. ഒരാക്ഷേപം വരുമ്പോൾ ഒരു വിഷയം, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മറുഭാഗത്തു നിന്ന് വരുന്ന ആള് എന്ത് ചെയ്തു, കുറച്ച് ഓവറായിട്ട് നമ്മളെ സൈഡിലേക്ക് കയറി. അപ്പോൾ നമ്മൾ പറയാം, നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇപ്പുറത്ത് ഇറക്കിയാൽ മതിയായിരുന്നു, സൈഡ്
ഇപ്പുറത്തിറക്കി നിർത്തിയാൽ മതി, എന്നാ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, സമാധാനായി. അപ്പോൾ പരമാവധി ആക്ഷേപത്തെ എന്ത് ചെയ്യണ്ട, മറ്റൊരാളിലേക്ക് കൊണ്ടുപോകണ്ട. ആക്ഷേപം പരമാവധി തീർന്നല്ലോ, അത് പിന്നെ വെറുതെ കൂടുതൽ പറയാനൊന്നുമില്ല, ഖലാസ്. അപ്പൊ ആക്ഷേപങ്ങളെ എപ്പോഴും സ്വന്തം ഏറ്റെടുക്കുക, സ്വയം ഏറ്റെടുക്കുക, ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. ഒരു പ്രശ്നം ഉണ്ടായ ഇപ്പോ 7. ഇനി 8ാമത്തെ അല്ലേ ഇനി പറയുന്ന 8ാമത്തത് വത്തഫറുദു ബിമഅരിഫത്തി ഉയൂബി നഫ്സിഹി ദൂന ഉയൂബി ഗൈരിഹി. എപ്പോഴും സ്വന്തം നമ്മുടെ നഫ്സിന്റെ കുറ്റം മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, നമ്മൾ കുറ്റങ്ങൾ പരിശോധിക്കേണ്ടത്. വത്തഫറുദു ബിമഅരിഫത്തി ഉയൂബി നഫ്സിഹി, നഫ്സിന്റെ ഐബ് അറിയേണ്ടത് നമ്മൾ ഐബേ അറിയേണ്ടത്. ഇനി ഇന്നതും കൂടെ തിരുത്താനുണ്ട്, ഇന്നടത്തും കൂടെ പോരായ്മയുണ്ട്, അതും കൂടെ തിരുത്തണം. മറ്റോന്റെ പോരായ്മ എന്ത് തിരുത്താണ്ട് എന്നുള്ളത് വെറുതെ അന്വേഷിച്ച് സമയം കളയണ്ട. ഫത്തിഷ് ഉയൂബക ഖബ്ലൽ വൈരി ഖുല്ലി മിനന്നാസി മൻ ഐബുൻ ലഹു സലിമാ. മാഷാഅല്ലാഹ്. 8. ഇനി 9 അല്ലേ. ത്വലാഖത്തുൽ വജ്ഹി ലിസ്സഗീരി വൽ കബീർ, ചെറിയവരോടും മുതിർന്നവരോടെല്ലാം മുഖപ്രസന്നത കാണിക്കുക. എല്ലാവരോടും മുഖപ്രസന്നത കാണിക്കുക. എനിക്ക് പൊതുജനങ്ങളോടും എല്ലാവരോടും ഭയങ്കര മുഖപ്രസന്നത, അതേസമയത്ത് നമ്മളെ സ്വന്തക്കാരുടെ അടുത്തെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡൻസിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മളെ തൊലബത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അപ്പോൾ ഭയങ്കര മുഖം വീർത്തു പോവാ. മാഷാ അല്ലാഹ്. ഇപ്പം എല്ലാവരോടും മുഖപ്രസന്നത കാണിക്കാൻ കഴിയുക. 10ാമത്തത് വലുത്തുഫുൽ കലാമി ലിമൻ ദൂനഹു വലിമൻ ഫൗഖഹു, താഴെയുള്ളവരോടും മേലുള്ളവരോടും അപ്ലൈനിലും ഡൗൺലൈനിലും ഒക്കെ എന്ത് ചെയ്യുക, നല്ല സംസാരം, മഴത്തോടെ കരുണയോടെ സംസാരിക്കുക. കരുണയോടെ സംസാരിക്കുക വലിയൊരു മാറ്ററാണ് ഈ മാറ്റർ. ഇമാമിൻ്റെ ബിദായത്തുൽ ഹിദായയുടെ ഖിസ്മുസാനിയുടെ തുടക്കത്തിൽ വിശാലമായ ഹദീസ് കൊണ്ടുവന്നപ്പോൾ ഈ ബാബം വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിച്ചൊരു വിഷയം കൂടിയാണ് ലുത്തുഫുൽ കലാം. വളരെ കരുണയോടെ സംസാരിക്കുക എന്നുള്ളത് നിരന്തരം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ദുനിയവിയായ ജീവിതവും നന്നാകും, ഉഖ്റവിയായ ജീവിതവും നന്നാകും. ഒന്ന് ലുത്തുഫോട് സംസാരിക്കുന്ന ഒരു രീതി പരിശീലിച്ചു കൊണ്ടുവന്നാൽ, പക്ഷെ അത് ലൈഫ് ലോങ് പരിശീലിക്കേണ്ടതാണ്. ഈ 10 കാര്യങ്ങൾ എപ്പോഴും എഴുതി പ്രദർശിപ്പിക്കുന്നതൊക്കെ നിരന്തരം പ്രദർശിപ്പിച്ചാലൊക്കെ നല്ല ഫലം ഉണ്ടാവും. ഉപകാരപ്പെടും, അത് പറയുന്നവർക്ക് ഉപകാരപ്പെടും. ഏതായാലും നമ്മുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല റൂട്ടാണ്, ഭയങ്കര റൂട്ടാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസുഇല സഹലുൻ അൻ ഹസൻ അൻ ഹുസ്നിൽ ഖുലുഖി ഫഖാല അദ്നാഹു ഇഹ്തിമാലുൽ അദാ വതർക്കുൽ മുകാഫഅ വറഹ്മത്തു ലിൽവാലിം വൽഇസ്തിഗ്ഫാറു ലഹു വശഫഖത്തു അലൈഹി. ഈ പറഞ്ഞത് നേരത്തെ നമ്മൾ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയ പല വിഷയങ്ങളും നമ്മളെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ സൊല്യൂഷൻ പറയാറുള്ളതാണിത്. പലയിടത്തും ഗസാലി ഇമാം എടുത്ത് ഉദ്ധരിച്ച സൊല്യൂഷനുകളാണിത്. എന്താ അറിയോ, സ്വഭാവത്തെക്കുറിച്ച് സഹൽ റളിയല്ലാഹു അൻഹു പിന്നെ എന്നോട് ചോദിക്കപ്പെട്ടപ്പോൾ, സഹൽ തസ്തരി റളിയല്ലാഹു അൻഹു ആണ്, ആനോരോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു അതിനാഹു ഇഹ്തിമാലുൽ അദാ. ഒരു പ്രയാസം വന്നാൽ അത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക, ആയിക്കോട്ടെ എനിക്കിത് മതി എന്ന് തീരുമാനിക്കുക. പിന്നെ ഞാൻ ഉസ്താദ് പറഞ്ഞ ഓർമ്മ, ഷെയ്ഖ് ഉസ്താദിന്റെ സംഭവം ലെറ്റിൽ ഓർമ്മയില്ലേ, കേൾക്കുന്ന ആൾ വിചാരിക്കുന്നുണ്ട് പഠിച്ചോനെ ഇതിന് ഇയാൾ എങ്ങനെയാണ് സൊല്യൂഷൻ പറയാം. നമ്മളാളോട് ചോദിക്കുന്നു, ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കും, ഖലാസ്, ഓക്കെ അല്ലേ, ആ സമയത്ത് അക്സെപ്റ്റഡ് ആണ്, കബൂലാണ്. അപ്പോൾ ഇഹ്തിമാലുൽ അദാ. തർക്കുൽ മുക്കാഫ, പകരം ചോദിക്കണം എന്നുള്ള ചിന്ത ഒഴിവാക്കുക. പകരം ചോദിക്കണം എന്നുള്ള ചിന്ത ഒഴിവാക്കുക. വറഹ്മത്തു ലിൽവാലിം, അക്രമിക്ക് കരുണ ചെയ്യുക. വസ്തിഗ്ഫാറു ലഹു, പുറത്തു കൊടുക്കുക, അയാൾക്കും പൊറുക്കലിനെ ചോദിക്കുക, പഠിച്ചോനെ അയാൾക്ക് പുറത്തു കൊടുക്കണേ. അപ്പം നമ്മളെ വിരോധം കുറയും, ഹസദ് കുറയാനും ഇത് നല്ലതാണ്. മറ്റൊരാളിൽ ഒരു ഖൈറ് കാണുന്നു, ഇപ്പം നമ്മൾ ഈ ഫീൽഡിലൊക്കെ ഉഷാറാകുമ്പോൾ ഇതിനേക്കാൾ ഉഷാറായിട്ട് വേറൊരാൾ ചെയ്ത് കാണുന്നു, പഠിച്ചോനെ അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണേ എന്ന് ദ്വാരക്കുന്നു, ഹസദ് കുറയും. അക്രമിയോടുള്ള വിരോധം കുറയും, പഠിച്ചോനെ എനിക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ.
നമ്മളൊരാൾ ദുൽമ ചെയ്തു, നമ്മളൊരാൾ വല്ലാതെ വിഷമിപ്പിച്ചു, വല്ലാതെ വേദനിപ്പിച്ചു, വല്ലാതെ ആക്രമിച്ചു, വല്ലാതെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു. പഠിച്ചോനെ നമുക്ക് പുറത്തു കൊടുക്കണം റബ്ബേ. പക വീട്ടാനുള്ളതല്ല കളയാനുള്ളതാണ്. പക വീട്ടാനുള്ളതല്ല കളയാനുള്ളതാണ്. അപ്പൊ പകപോക്കൽ പക വീട്ടൽ കൊണ്ട് നടക്കാനുള്ളതല്ല, കളയാനുള്ളതാണ്, പുറത്ത് കളയാനുള്ളതാണ്. അപ്പൊ വല്ലിസ്തിഗ്ഫാറു ലഹു വശഫഖത്തു അലൈഹി, അവനോടും സ്നേഹം കാണിക്കുക. വശഫഖത്തു അലൈഹി, പടച്ചോനെ നമുക്കൊരു ഖൈറുണ്ടാകണേ, അവനോടൊരു സ്നേഹം കാണിക്കുക. വശഫഖത്തു അലൈഹി. വഖീല ലിൽ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മിമ്മൻ തഅല്ലംതുൽ ഹിൽമ. മഹാനവറുകൾ ചോദിച്ചാണ്, നിങ്ങൾ ആരുടെ നിന്നാണ് ഈ സഹനം പഠിച്ചത്? അഹ്നഫ് റളിയല്ലാഹു അൻഹു നേരത്തെ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. സലിമാം വലിയ ഉദ്ധരിക്കപ്പെടേണ്ട ആളാണ്. അപ്പോൾ മഹാനവറുകളോട് ഇതുപോലെ ചോദിക്കപ്പെട്ടാണ്, നിങ്ങൾ ആരുടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്? ഭയങ്കര സംഭവമാണല്ലോ ആള്. ഫഖാല മിൻ ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ മഹാന്മാരുടെ ട്രെയിനിങ് ആണ്, അത് കറക്റ്റ് ഉള്ള പരിശീലനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്, ശരിക്കുള്ള പരിശീലനം. വമാ ബലഗ മിൻ ഹിൽമിഹി, അപ്പോൾ എന്താണ് നിങ്ങൾ കണ്ട അനുഭവിച്ചത് എന്താണ്? ഖാല ബൈനമാ ഹുവ ജാലിസുൻ ഫീ ദാരിഹി ഇത് അതതുഹു ജാരിയത്തുൻ ലഹു ബിസഫൂദിൻ അലൈഹി ശിവാഉൻ ഫസഖത മിൻ യദിഹാ ഫവഖഅ അല ബിനിൻ ലഹു സഗീരിൻ ഫമാത. അതായത് അവരുടെ വീട്ടിലെ വേലക്കാരി, സെർവന്റ്, അവര് പാചകം ചെയ്ത ഇത് ഫുഡും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അത് എന്ത് ചെയ്തു? മഹാനവറുകളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് മറിഞ്ഞു. കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചിട്ട് ദഹിഷത്തിൽ ജാരിയത്തു, പെണ്ണുങ്ങളാകെ പേടിച്ചു. കാരണം ചെറിയ സംഭവം എന്നല്ലല്ലോ ഉണ്ടാകുന്നത്, വേലക്കാരിയാണ് ഇത് മരിക്കുന്നത്. യജമാനന്റെ കുഞ്ഞിന്റെ ശരീരത്തിലാണ് മരിക്കുന്നത്. കുഞ്ഞ് മരിച്ചും പോയി. അങ്ങനെ തവിച്ചിട്ട് ആകെ ബേജാറാകുന്ന സമയത്ത് പറയുന്നത്, ബേജാറായപ്പോ പറഞ്ഞ ലാ റവ അലൈക അൻതി ഹുർറത്തുൽ ലിവജ്ഹില്ലാഹി തആല, നീ ബേജാറാണ്ട, നീ സ്വതന്ത്രയാണ്. അവരെ സ്വതന്ത്രയാക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഹിൽമ്. സ്വന്തം കുഞ്ഞു മരിച്ചപ്പോൾ പോലും അതിന് വെറും സാരയില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോന്നല്ല പറഞ്ഞു, നീ സ്വതന്ത്രയാണ്, നിനക്ക് വേണേ പുറത്തു പോകാം. അതാണ് ഇസ്ലാം. അപ്പോൾ ഹിൽമിൽ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. അത് കണ്ടപ്പോൾ പിന്നെ മനസ്സ് മാറിയത്. പിന്നെ കുറെ ഉപദേശിക്കണ്ടല്ലോ. വളരെ സഹിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ സഹിക്കുന്ന ലൈവായിട്ട് കണ്ട പിന്നെ ഉപദേശിക്കണ്ട, കൽബിൽ പതിയും സാധനം. ഇങ്ങനെയാണ് പഠിച്ചത് എന്ന് ആര് പറയാ? അഹ്നഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖൈസ് റളിയല്ലാഹു അടുത്ത് നിന്നാണ് ഞാൻ പഠിച്ചത്, ഇങ്ങനെയാണ് ഞാൻ കണ്ടത്. മാഷാ അല്ലാഹ്. ആ മഹാന്മാരൊക്കെ ബർക്കത്ത് അല്ലാഹു നമ്മുടെ മനസ്സിന് നൽകട്ടെ. വഖീല ഇന്ന ഉവൈസൻ അൽ ഖർനി റളിയല്ലാഹു അൻഹു കാന ഇദാ റആഹു സുബിയാനു യർമൂനഹു ബിൽ ഹിജാറത്തി ഫകാന യഖൂലു ലഹും യാ ഇഖ്വത ഇൻ കാന വലാ ബുദ്ദ ഫർമൂനി ബിസ്ഗാർ ഹത്താ ലാ തദിമു സാഖി ഫതംനഊനി അനിസ്വലാ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ ചെറിയ കുട്ടികൾ കണ്ട കല്ലെടുത്തെറിയും. അപ്പൊ മഹാനവറുകൾ പറയുന്നത്, മക്കളെ നിങ്ങൾ എറിയണമെന്ന് നിർബന്ധമുണ്ട്, ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞു. ഈ രക്തമൊലിച്ചാലും നിസ്കരിക്കുമ്പോൾ ഇടങ്ങാറാ, രക്തമല്ലേ, അതുകൊണ്ട് നിസ്കരിക്കാൻ ഇടങ്ങാറാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയ കല്ലുകൊണ്ട് എറിയണ്ട, ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞു. അതാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. അപ്പൊ അവരുടെ ഒരു മനസ്സാണത്. ആ മനസ്സാണ് മാറ്റുന്നത്, ഒരു ശ്രോതാവിനെ മാറ്റുന്നത് ആ മനസ്സാണ്. വശതമ റജുലുൻ അൽ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വഹുവ ലാ യുജീബുഹു വകാന യത്തബിഉഹു ഫലമ്മ ഖറബ മിനൽ ഹയ്യ് വഖഫ. അഹ്നഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആളും വല്ലാതെ ചീത്ത പറയും, പിന്നാലെ കൂടി ചീത്ത പറയും. അപ്പൊ മൂപ്പര നാട്ടിലെത്തിയപ്പോ, മൂപ്പര ഗോത്രത്തിന്റെ അടുത്തെത്തിയപ്പോ മൂപ്പര അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇൻകാന വഖദ് ബഖിയ ഫീ നഫ്സിക ഷൈഉൻ ഫഖുൽഹു കൈ ലാ യസ്മഅക ബഅദ് സുഫഹാഇൽ ഹയ്യ് ഫയൂദുക. എന്റെ കൂട്ടത്തിലും കുറെ ആൾക്കാരുണ്ട്, വലിയ ഉഷാറൊന്നും ഇല്ലാത്തവർ. ഓലിത് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. അപ്പൊ എന്റെ ആൾക്കാരല്ലേ, അപ്പൊ ഓര് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യും. അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞോ, ഓല് കേൾക്കണ്ട.
എൻ്റെ ആൾക്കാർ കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണ്ട, അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞ ഞാനിവിടെ നിന്നേരെ കുറച്ച്, ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ നാട്, എൻ്റെ ആൾക്കാർ. ഇതാണ് അഹ്നഫ് റളിയല്ലാഹു അൻഹു. എൻ്റെ ആൾക്കാർ കേൾക്കണ്ട. അപ്പോൾ ഇതാണ് തഹദീബുൽ ഖൽബ്. തഹദീബുൽ ഖൽബ് സ്വയം അവർ പരിശീലിക്കുകയാണ്. അത് പരിശീലനം കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് അത് ഫലിക്കുകയാണ്. ഇതാണ് തഹദീബുൽ ഖൽബ്. ഗസാലി ഇമാം ആദ്യം ആശയം പറഞ്ഞു, പിന്നെ സാമ്പിൾ പറഞ്ഞു. ഈ സാമ്പിളൊക്കെ കേട്ട ആരെ മനസ്സാവും മാറാത്തത്, ആരെ മനസ്സാ പിന്നെ മാറാത്തത്? സ്റ്റോറി ടെല്ലിങ്. ഇതാണ് സ്റ്റോറി ടെല്ലിങ്. സ്റ്റോറി ടെല്ലിങ് ഗസാലി ഇമാമിന്റെ ബെസ്റ്റ് മെത്തേഡാണ്. ഇതാണ് നമ്മൾ കുട്ടികളോടും ചെയ്യേണ്ടത്. കുറേ ഉപദേശിക്കേണ്ട. പക്ഷെ നമ്മളെ മക്കൾ കാണണം. നമ്മളെ മക്കൾ എന്ത് ചെയ്യരുത്? നമ്മളെ ദുസ്വഭാവങ്ങൾ ഉണ്ടായാൽ തിരുത്തുന്നത് കണ്ടാലും മതി. അതെൻ്റെ ദുസ്വഭാവമായിരുന്നു, അത് ഞാൻ തിരുത്തുകയാണ്. ഏതെങ്കിലും ഒരു മിസ്റ്റത്തിൽ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടായാൽ അത് തിരുത്തുന്നവർ കണ്ടാൽ മതി. എന്നാൽ പോലും കുട്ടികൾ നമ്മളെ ഫോളോ ചെയ്യും. കുറേ പറഞ്ഞുണ്ടാക്കാം എന്ന് കരുതുന്നതിനേക്കാൾ നല്ലതാണ് അത് ചെയ്തുണ്ടാക്കൽ. റുവിയ അന്ന അലിയൻ കറമല്ലാഹു വജഹുഹു ദഅ ഗുലാമൻ ഫലം യുജിബുഹു. വീട്ടിലുള്ള അടിമയെ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിളിക്കുകയാണ്. മുപ്പരകത്തിരിക്കുന്നുണ്ട്, പുറത്തുനിന്ന് മഹാനവർ ഫദഅഹു സാനിയം വസാലിസൻ ഫലം യുജിബുഹു. പിന്നെ വിളിക്കുന്നുണ്ട്, അയാളൊന്നും മിണ്ടുന്നില്ല. ഫഖാമ ഇലൈഹി, ചെന്ന് നോക്കുമ്പോൾ ഫറആഹു മുൽത്തജിയ, മുപ്പരിങ്ങനെ കേട്ടിട്ട് ഈ കിടന്നിട്ട് ഇത് കേൾക്കുക. ഫഖാല അമാ തസ്മയാവൂല, ഞാൻ വിളിക്കുന്ന കേൾക്കുന്നില്ലേ? അപ്പൊ മൂപ്പര് ഉത്തരം കാല കേൾക്കുന്നുണ്ട്. കാല ഫമഹമലക്കാല തർക്കി ഇജാബത്ത്, പിന്നെന്താ ഒന്ന് ആൻസർ ചെയ്യാത്തത് എന്താ? കാല അമിൻ തൂക്കൂബത്തക്ക ഫത്തക്കാസെടുത്തു, എനിക്കറിയാം നിങ്ങളൊന്നും ചെയ്യൂല, അതുകൊണ്ടും ഉണ്ടാണ്ടിരുന്നത്. എനിക്കറിയാം നിങ്ങൾ എന്നൊന്നും കാട്ടൂല, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യൂല, ഉപദ്രവിക്കൂല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കലൈമുലിഫ അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല, എന്നാ ഞാൻ പോയിക്കോ, നീ സ്വതന്ത്രനാണ്. അതായത് അലി റളിയല്ലാഹു അൻഹു ഈ സംഭവം തഫ്സീറിൽ മഹാന്മാർ കൊണ്ടുവരുന്നത് കാണാം. എവിടെ? മുത്തഖീങ്ങൾക്കാണ് സ്വർഗം. ഉഇദ്ദത്തിൽ മുത്തഖീൻ സാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അറളുഹസ് സമാവാതു വൽ അർളു എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീറിൽ ഈ സംഭവങ്ങൾ കൊണ്ടുവരുന്നത് കാണാം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പലരും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, വിളിച്ചിട്ട് പലതവണ വിളിച്ചിട്ട് ആദ്യം നോക്കുമ്പോൾ മൂപ്പർ ഇങ്ങനെ ഉഷാറായിട്ട് ഇറങ്ങാണ്ട് കിടക്കുന്നത് ഇങ്ങനെ കേൾക്കുക, വിളിക്കുന്ന കേട്ട് ആസ്വദിക്കുക. അപ്പൊ മറുപടി നിങ്ങളൊന്നും കാട്ടൂല, അത് എൻ്റെ യജമാനന്റെ മഹത്വം അതിങ്ങനെ ആലോചിച്ച് കിടക്കുക ഞാൻ എന്നാണ് അവിടെ തഫ്സീറുകൾ പറഞ്ഞത്. നിങ്ങളെ ഈ മഹത്വം ഉണ്ടല്ലോ, നിങ്ങളെ അതിൽ ആ അടിമ പറയുന്നുണ്ട് അവിടെ എന്ത്, നിങ്ങൾ ഈ കാണിക്കുന്ന സ്വഭാവ മഹിമ കാണുമ്പോൾ ഞാൻ നിങ്ങളൊരടിമയാണോ എന്നുള്ളതിൽ ഇങ്ങനെ ആത്മാഭിമാനം കൊള്ളുകയാണ്. ശരിക്കും ഇതാണ് ഒരു മനുഷ്യന്റെ മനസ്സിന് സുഖം ഉണ്ടാകാൻ വേണ്ടി പരിശീലിക്കേണ്ടത്. ഇങ്ങനെയാണ്. അതേസമയത്ത് വലിയ വലിയ സ്ഥാനങ്ങൾ ഇരുന്നിട്ട് സ്വന്തം ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോൾ, സ്വന്തം സെർവന്റിന്റെ അടുത്ത്, സ്വന്തം മക്കളുടെ അടുത്ത്, സ്വന്തം ഭാര്യന്റെ അടുത്ത് എത്തുമ്പോൾ ഒരു അഫൂ ഇല്ലാത്ത കടുത്ത പെരുമാറ്റക്കാരായി കാണുന്നത് ഭയങ്കര കുബുഹാണ്, ഭയങ്കര ബാഡാണ്. പകരം നമ്മൾ ഈ മഹാന്മാരുടെയൊക്കെ ഫോളോ ചെയ്യുന്ന അത് സ്റ്റാൻഡേർഡാണ്. ഈ സ്റ്റാൻഡേർഡ് ഇപ്പൊ ഭൗതികന്മാർ പലരും ഫോളോ ചെയ്യുന്നവരുണ്ട്. ഭൗതികന്മാരെല്ലാവരും മഹാന്മാരാണെന്ന് കേൾക്കരുത്. അതേസമയത്ത് ഭൗതികന്മാരിൽ പലരും സുഖത്തിന് വേണ്ടി ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര സുഖമാണ്. അതായത് ഇതൊരു വലിയ നിലവാരമാണ്, ഇത് ചെയ്തു നോക്കണം, അപ്പോഴേ അതിന്റെ സുഖം മനസ്സിലാകുക. തഹദീബുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഭൗതികതവും കൂടിയാണ്. അത് വെറും ആത്മീയത മാത്രമല്ല, ഭൗതികമായി ഒരാൾക്ക് സുഖം തന്നെയല്ല കിട്ടേണ്ടത്. അപ്പൊ അവനവനെ സ്റ്റാൻഡേർഡ് ആക്കലാണ്. ഇതിനാണ് അവർ സെൽഫ് ലവിങ് എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കുള്ള അപ്ഡേറ്റഡ് സൈക്കോളജിന്റെ ആൾക്കാർ സെൽഫ് ലവിങ് എന്ന് പറയുന്നത് എന്തിന് സ്വന്തത്തെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരും, സ്വന്തം ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരും. അതിനാണ് അവരെന്ത് പറയുന്നത്, സെൽഫ് ലവിങ് എന്ന് പറയുന്നത്. അല്ലാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടിയിട്ട് എന്തൊക്കെയോ ചില ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി തൻ്റെ നിലവാരത്തെ കളയുന്നതിനല്ല സെൽഫ് ലവിങ് എന്ന് ശരിക്കും പറയുന്നത്. ഇതിനാണ് അവർ സെൽഫ് ലവിങ് എന്ന് പറയുന്നത്. നമ്മൾ അവരോട് കരുണ കാണിച്ചു നോക്കും, മനസ്സ് മാറും. അവരുടെ മനസ്സ് ഏത് പാറയാണെങ്കിലും പൊട്ടിയൊലിക്കും. ആ സമയത്ത് നമ്മളൊന്ന് അഫ്രൂവ് ചെയ്ത് നോക്ക്. ഒരു കുട്ടി നമ്മൾ വിളിച്ചിട്ട് ആൻസർ ചെയ്തില്ല, ഒന്ന് അഫ്രൂവ് ചെയ്ത് നോക്ക്. ബാക്കിയുള്ള പെരുമാറ്റത്തിലൊക്കെ നല്ലോണം പെരുമാറുകയും ഒക്കെ ചെയ്യണം. പറഞ്ഞു കൊടുക്കാം,
ഒരു ഉസ്താദ് അല്ലെങ്കിൽ ബാപ്പ വിളിച്ചാൽ കേൾക്കണം കേട്ടോ. എന്ത് വേണ്ട, പൊട്ടിത്തെറി എന്താ ഡേഷൻ ഇങ്ങനെ ചെയ്യാ, അത് വേണ്ട. പിന്നെ നമ്മള് പേര് വിളിച്ചിട്ട് യെസ് എന്താ ചുവട് കേൾക്കുന്നില്ലേ, അതൊഴിവായിട്ട് ഇത് ചെയ്തു നോക്ക്. ഈ പൊട്ടാന്ന് വിളിക്കുമ്പോ ശരിക്കും കുട്ടിയല്ല ചീത്തയാകുന്നത്. നമ്മൾ കുട്ടിയെ പൊട്ടാന്നോ അല്ലെങ്കിൽ ഡേഷൊക്കെ വിളിക്കുന്ന സമയത്ത് സത്യത്തിൽ കുട്ടിയല്ല ചീത്തയാകുന്നത്. ആദ്യം ചീത്തയാണ്ട് എന്നിട്ടാണ് അവിടെ ചീത്തയാകുന്നത്. എന്നിട്ട് ചീത്തയാകുന്നത്. യെസ്. അപ്പൊ നല്ല സ്നേഹത്തോടെ വിളിക്കുന്നു. നമ്മൾ ദേഷ്യം ഒഴിവാക്കുന്നു. ദേഷ്യം ഒഴിവാക്കിയാൽ മരണം വരെ ഈ കുട്ടികൾ നമ്മൾ ഓർക്കും. ആത്മാഭിമാനത്തോടെ ഈ കുട്ടികൾ നമ്മൾ ഓർക്കുകയും നമ്മളെക്കുറിച്ച് പറയുകയും ചെയ്യും. എന്നെ ഇപ്പം അടുത്ത് നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം നടന്നിട്ട് ഒരാൾ എൻ്റെ നമ്പർ ചോദിച്ചു വാങ്ങിയില്ലേ, നിങ്ങളോട് നമ്പർ ചോദിച്ചു വാങ്ങിയില്ലേ. അപ്പം നമ്പർ ചോദിച്ചു വാങ്ങിയത് ഇങ്ങനെയുള്ള ഈ എക്സ്പീരിയൻസ്. അവർക്ക് ലൈഫിൽ ഭൗതിക വിദ്യാഭ്യാസം പിതാവ് കൊടുത്തിട്ടില്ല വല്ലാതെ, 4ാം ക്ലാസ്സോ അങ്ങനെ ചെറിയ ക്ലാസ്സേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവർ പറയുന്നത് അതിൻ്റെ പേരിൽ ഒരു സങ്കടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എഴുത്തിലോ വായനയിലോ ഭൗതിക വിദ്യാഭ്യാസത്തിലോ ഒരു കുറവുമില്ല, സ്വഭാവത്തിലൊരു കുറവില്ല, സന്തോഷത്തിലൊരു കുറവില്ല. എന്നിട്ട് അവർ പറയുന്നത് ഇപ്പൊ ആത്മാഭിമാനം തോന്നുന്നു, ഞങ്ങൾ ഇങ്ങനെ ആക്കിയത് ഉമ്മാന്റെയും ബാപ്പാന്റെയും ഈ പെരുമാറ്റാണ്. അവർ പറയണം. ആ സന്തോഷം പറയാൻ അവർ നിരന്തരം ഞാൻ ഫുൾ അയപ്പിച്ചു. അവർക്ക് ചെറിയ പേടിയുണ്ട്, പേഴ്സണൽ അയച്ചാൽ എന്തെങ്കിലും വെറുപ്പ് പിടിക്കോ. അപ്പം ഞാൻ പറഞ്ഞു സന്തോഷമാണ്, അയക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ ലൈഫ് എക്സ്പീരിയൻസ് അയച്ചു. അതിൻ്റെ ഇല്ല, കൂടുതൽ സ്കൂൾ പോയിട്ടില്ല, അതുപോലെ ഭൗതിക വിദ്യാഭ്യാസം വല്ലാതെ കിട്ടിയിട്ടില്ല. പക്ഷെ അവർ പറയുന്ന ലൈഫ് ശരിക്കും സത്യസന്ധാണെന്ന് മനസ്സിലാകാനാണ് ഞാൻ അവരോട് നിരന്തരം എല്ലാം അയക്കാൻ പറഞ്ഞു. മാക്സിമം നിങ്ങളെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു നിരന്തരം ആ സത്യസന്ധത വേഗം മനസ്സിലാവും ഈ നിരന്തരം അയക്കുമ്പോൾ. കാരണം ലൈഫിൻ്റെ എല്ലാ സൈഡും അതിലുണ്ട്, നാച്ചുറലായിട്ടുള്ള എല്ലാ സൈഡും ഉണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു കുളിക്കാൻ വരെ പബ്ലിക്കിൽ പിന്നെ പോകാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പോഴും അവർക്ക് ഒരു വിഷമവും ഇല്ല എന്ന് മാത്രമല്ല, ഇന്നലെ അവരെനിക്കൊരു വൺസ് ടൈം ആക്കിയിട്ടൊരു ഫോട്ടോ ഇട്ടു. മക്കളെ ഭയങ്കര തർക്കം തീർത്തൊരു ഫോട്ടോ. അതായത് എന്തൊരു ചെരുപ്പിന് രണ്ടാളും അടികൂടി. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു കൂട്ടം ചെരുപ്പ്, ഇതൊരു കൂട്ടം ചെരുപ്പ്, 2 കുട്ടികൾക്കും ഇത് വേണം, 2 കുട്ടികൾക്ക് ഇതും വേണം. അപ്പൊ തർക്കം ഇങ്ങനെ തുടർന്നപ്പോൾ ഇവർ പറയാം, എനിക്കൊരു വിഷമോ സങ്കടമോ ദേഷ്യമൊന്നും വരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഒരു ചെരുപ്പ് ഒരു കുട്ടിക്ക് കൊടുത്തു, ഇതിന്റെ ഒരു ചെരുപ്പ് ഒരു കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ 2 കുട്ടികളും 2 ടൈപ്പ് ചെരുപ്പ് കിട്ടി. അപ്പൊ സമാധാനമായി. അത് 1 ടൈപ്പ് ആക്കിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്തിട്ട് എന്നോട് പറയുന്നത്, ഈ ടൈപ്പിൽ ഒരു ഇൻസൈറ്റ് എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചത് മാതാപിതാക്കളുടെ ഈ സമീപനാണെന്നാണ് അവർ പറയുന്നത്. അവർക്കത് ഫീൽ ചെയ്തത് എപ്പോഴും നമ്മളെ ആ പ്രസംഗം കേട്ടപ്പോഴാണ്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പ്രസംഗം ഉണ്ടല്ലോ, ആ പ്രസംഗം കേട്ടപ്പോഴാണ് ക്ലാസ് ഒരാളെ ചീത്ത പറഞ്ഞില്ല, ഒരാളെ പക്ഷെ ക്ലാസ് യെസ്. അതായത് അധ്യാപകരിൽ, ഭൗതിക അധ്യാപകരിലൊക്കെ ഈ സംഭവം കാണാമെന്നാണ് ദിവസ പറഞ്ഞത്. അതായത് അവർ ചീത്തയൊന്നും പറയണ്ട, പക്ഷെ ഭയങ്കര മാറ്റം. അവർ കുറേ ഒന്നും വിശദീകരണമോ അല്ലെങ്കിൽ ഭയങ്കര ആകർഷണീയത ഒന്നും വേണ്ട. അവർക്ക് ഈ ഒരു ഉള്ളുണ്ടെങ്കിൽ, ഈ ഒരു ജൗഫ് അവരുടെ ഇതിലുണ്ട്, അവരുടെ അടുത്തുണ്ടെങ്കിൽ അവരെ സമീപിക്കുമ്പോൾ തന്നെ മാറ്റം വരും. വഖാലത്ത് ഇംറഅത്തുല്ലി മാലിക് ബിൻ ദീനാൻ റഹിമഹുല്ലാ യാ മുറാഇ. മാലിക് ബിൻ ദീനാൻ റഹിമഹുല്ലാ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആളല്ലോ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒക്കെ പലയിടത്തായിട്ട് ധാരാളം സംഭവങ്ങൾ ഉദ്ധരിച്ച മഹാൻ കൂടിയാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരാൾ ആക്ഷേപിച്ച് കൊടുത്തു, യാ മുറാഇ. യാ മുറാഇ എന്ന് പറഞ്ഞാൽ ഈ റിയാഇന്റെ ആൾക്കാരെ, എന്തും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യാണെന്ന് പറയാലോ, അങ്ങനെ പലപ്പോഴും ആക്ഷേപം വരും. അപ്പൊ അതൊരാൾ ആക്ഷേപമായിട്ട് വിളിച്ചു. ഫഖാല യാ ഹാദിഹി വജത്തസ്മി അല്ലദീ അളല്ലഹു അഹ്ലുൽ ബസറ. മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ ആൾക്കാർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു യാഥാർത്ഥ്യം നീ പറഞ്ഞു കേട്ടോ, നിനക്ക് മാത്രമേ ഈ സത്യം അറിയൂ. മഹാനവറുകൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ റെഡി, എൻ്റെ ആർക്കും അത് അറിയില്ല. ഓരെല്ലാം വിചാരിക്കുന്ന ഞാൻ വലിയ മഹാനാണ്. നീ പറഞ്ഞതാ ശരി, നീ പറഞ്ഞതാണ് ശരി.
ശേഖത്തിന് എഴുത്തുകൊണ്ട് കത്തെഴുതിയപ്പോ നന്ദി പറഞ്ഞത് തിരിച്ച് കത്തെഴുതി ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ നന്നാവുന്ന ദ്വാരക്കണം. അപ്പോ യാ ഹാദിഹി വജത്ത് സ്മിയല്ലതി അതല്ലഹു അഹ്ലുൽ ബസർ, എന്റെ നാട്ടുകാർക്ക് തിരിയാത്ത സത്യം അത് നിങ്ങൾ പറഞ്ഞ റെഡിട്ടോ. അപ്പൊ സ്വന്തത്തിന്റെ ആ ഇതാണ് നോക്കുന്നത്. വക്കാനൽ യഹ്യ ബിൻ സിയാദിൻ അൽ ഹാരിസി റളിയല്ലാഹു അൻഹു ഗുലാമുൻ സൂഉൻ ഫഖീല ലഹു ലിമ തംസിക്കുഹു ഫഖാല ലി അതഅല്ലമൽ ഹിൽമ അലൈഹി. യഹ്യ ബിൻ സിയാദ് റളിയല്ലാഹു അൻഹുവിനോട് ആൾക്കാർ ചോദിച്ചതാണ്, വളരെ സ്വഭാവം ദുഷിച്ച ഒരു ജോലിക്കാരനുണ്ടായിരുന്നു, ഒരു അടിമ ഉണ്ടായിരുന്നു, എന്തിനാ ഇതിനെങ്ങനെ നിർത്തുന്നത് ഇങ്ങനെ ഇടങ്ങാറായിട്ട്? അപ്പൊ മഹാനവറുകളുടെ മറുപടി, എൻ്റെ സ്വഭാവം ഒന്ന് നന്നാകാൻ നല്ലതാണ്. ആ സ്വഭാവം മോശമായി പ്രതികരിക്കുന്ന ഒരാൾ ഉണ്ടായിട്ട് അയാളോട് പെരുമാറി പഠിച്ചാൽ എൻ്റെ മനസ്സ് നന്നാകും, മനസ്സൊന്ന് പരിശീലിക്കും. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഫഹാദിഹി നുഫൂസുൻ ഖദ് ദല്ലലത് ബിർറിയാദത്തി ഫഅതദലത് അഖ്ലാഖുഹാ. ഇതാണ് മഹാന്മാരുടെ മനസ്സ്. പരിശീലിപ്പിക്കപ്പെട്ടപ്പോ റെഡിയായി വന്ന ഉദാഹരണമാണ്. ഇതൊക്കെ മനുഷ്യ മനസ്സ് തന്നെയാണ്. പരിശീലിപ്പിക്കപ്പെട്ടപ്പോ എന്തായി? നേരെയായി വന്ന ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇത് നമുക്കും നടക്കും. വാ നുഖിയത്ത് മിനൽ ഗിസ്സി വൽ ഗില്ലി വൽ ഹിഖ്ദി ബവാത്തിനുഹാ ഫഅത്മറത് الرضا بكل ما قدره الله تعالى وهو منتهى حسن الخلق. പരിശീലിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നെ വിരോധമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, ആരോടും അസൂയയില്ല, നല്ല ക്ലിയറായ മനസ്സായി മനസ്സ് മാറി. പിന്നെ എന്ത് സംഭവിക്കുമ്പോഴും നല്ല സംതൃപ്തി. ഇതാണ് അവരുടെ ഉള്ളു. ഇതാണ് ശരിക്കുള്ള സ്വഭാവം. فإن من يكره فعل الله تعالى ولا يرضى به فهو غاية سوء خلقه. ഒരാള് അള്ളാഹു കണക്കാക്കിയത് തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ അതാണ് സ്വഭാവ ദൂഷ്യം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്ക് ഭയങ്കര മുഷിപ്പ്, ഒരു മുഷിപ്പ് ഉണ്ടാകാതിരിക്കുക. പടച്ചോനെ അറിയാണ്ട് എന്തായാലും ഇത് സംഭവിക്കൂലല്ലോ, അറിഞ്ഞുകൊണ്ട് സംഭവിക്കുകയല്ലേ, സാരില്ല, പടച്ചോൻ തന്നെ പരിഹാരം ഉണ്ടാക്കും ഇൻഷാ അല്ലാഹ്. ഒരു 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 വെറുപ്പിന്റെ സൈഡിലേക്ക് പോകരുത്. വെറുപ്പിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ പടച്ചോൻ ചെയ്യുന്നതിനോടല്ലേ വെറുപ്പ് പിടിക്കുന്നത്, അല്ലെങ്കിൽ പടച്ചോൻ ചെയ്യുന്നതിനോടല്ലേ നമുക്ക് പ്രയാസം. അപ്പൊ അതാണ് പരിശീലനത്തിന്റെ മുൻതഹ, അതിന്റെ മാക്സിമം. മുൻതഹ മാക്സിമം. ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഫഹാഉലാഇ ലഹറത്തിൽ അലാമാത്തു അലാ ലവാരിഹിം കമാ ദക്കർന. ഈ പറഞ്ഞ മഹാന്മാരൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, നല്ല ക്ലിയർ 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 ക്ലിയർ, മാഷാ അല്ലാഹ്. فمن لم يصادف من نفسه هذه العلامات فلا ينبغي أن يغتر بنفسه فيظن بها حسن الخلق. ഇങ്ങനെ ആകാൻ പറ്റുന്നില്ലെങ്കിൽ നന്നായി എന്ന് വിചാരിക്കരുത്, അതെങ്കിലും ചെയ്യണം. നന്നാകാനുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് ബൽ യംബഗി അൻ യസ്തഗില ബിർറിയാദത്തി വൽ മുജാഹദത്തി ഇല അൻ യബ്ലുഗ ദറജത ഹുസ്നുൽ ഖുലുഖ്. ഹുസ്നുൽ ഖുലുഖ് നേടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം, പരിശീലിക്കണം. എന്ത് ചെയ്യണം? ട്രെയിനിങ്, റിയാദ, മുജാഹദ, പരിശീലനം, പരിശ്രമം. എന്നാൽ ഫഇന്നഹാ ദറജത്തുൻ റഫീഅത്തുൻ ലാ യനാലുഹാ ഇല്ലൽ മുഖറബൂൻ വസുദ്ദീഖൂൻ. ഇത് നേടുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്, തൗഫീഖുള്ളവരാണ്. ഇത് പറയുമ്പോൾ എന്ത് ചെയ്യരുത്? നമ്മൾ അവിടെ നിന്ന് നമുക്കുള്ളതല്ല എന്ന് പറയരുത്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാകേണ്ടത് നമ്മളാണ്, ഞാനാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവനാകേണ്ടത് ഞാനാണ്. അത് മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല. ഞാൻ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തൗഫീഖുള്ള ഒരാളുടെ റൂട്ട്. അതൊക്കെ മഹാന്മാർ അങ്ങനെ പറഞ്ഞ് തള്ളുന്നത് അത് തള്ളലാണ്, ഉപേക്ഷിക്കലാണ്. അതെടുക്കൽ എങ്ങനെയാണ്? എനിക്ക് ഈ ഇഷ്ടദാസനാകണം, എനിക്ക് ഈ പ്രിയപ്പെട്ട ആളാകണം. ഒരു നഷ്ടവും ഇല്ലല്ലോ അങ്ങനെ ശ്രമിക്കുന്നതിന്, ഒരു നഷ്ടവും ഇല്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ട ആളാകണം, എനിക്ക് അള്ളാഹുവിൻ്റെ സിദ്ദീഖീങ്ങളിൽപ്പെട്ട ആളാകണം, എനിക്ക് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളിൽപ്പെട്ട ആളാകണം. അങ്ങനെ ചിന്തിക്കുകയല്ലേ വേണ്ടത്. അതല്ലേ ഒരു മൂമിനായ മനുഷ്യൻ്റെ ഈമാൻ. മറ്റതെന്താണ്? പിന്നെ ഈ എന്താ പറയാ,
പ്രതീക്ഷ മുറിയുക എന്ന് പറയുന്നത് ഇല്ലൽ ഖൗമുൽ ളാല്ലൂൻ ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, അങ്ങനെയല്ലേ? വമൻ മിർ റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ ഈ വലിയൊരു തൗഫീഖ്, ഈ വലിയൊരു കാരുണ്യം, ആ കാരുണ്യം എനിക്കുള്ളതല്ല, അത് വേറെ ആർക്കോ ഉള്ളത്, അത് ഏതോ മഹാന്മാർക്കുള്ളത്, ഞാൻ അതിലൊന്നുമില്ല. ഇങ്ങനെ പറയുന്നത് ഭയങ്കര അപകടമാണ്. ഈമാൻ എവിടെയാണ്? വലിയ മഹാന്മാരുടെ സുദീഖ്യങ്ങളുടെ ഔസാഫുകൾ പറയുമ്പോൾ അതെനിക്ക് വേണം, എനിക്കതിൻ്റെ ആളാകണം, ഞാൻ അതിൻ്റെ ആളാകും. ഇതാണ് നമ്മുടെ ചിന്ത. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ തൗഫീഖ് ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല ഒരു വായനയാണ്, ഏറ്റവും നല്ലൊരു ശ്രമമാണ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും തുടരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയും തുടർന്നുള്ള വെള്ളിയാഴ്ചയും ചിലപ്പോൾ നമ്മളൊരു യാത്രയിലാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം അതിൻ്റെ റെക്കോർഡ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് തുടർന്നും ഇൻഷാ അല്ലാഹ് മറ്റു വെള്ളിയാഴ്ചകളിൽ തുടരാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ചിന്തയും ഈ സിഫത്തും ഒക്കെ നേടിയെടുക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പരിശീലിച്ച് അവസാനം തിളങ്ങിയ മനസ്സോടെ നമ്മൾ വന്നയിടത്തേക്ക് തിരിച്ചു പോകാൻ, നമ്മുടെ യഥാർത്ഥ നമ്മുടെ ലോകത്തേക്ക് തിരിച്ചെത്താൻ, അവിടെ ഏറ്റവും വലിയ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഇൻ്റെ കീഴിൽ അവിടുത്തെ മഖബൂലിയങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ ആബാ ഉമ്മഹാത്ത്, നമ്മളെ അസാത്തിദത്ത്, നമ്മളെ എയ്യാല് ഔലാദ് ദുർരിയത്ത്, നമ്മളെ പ്രിയപ്പെട്ടവർ, നമ്മളെ മുഹബ്ബീങ്ങൾ, നമ്മളെ സേവന വഴിയിൽ ഒന്നിച്ച് നമ്മളോടൊപ്പം ചേർന്ന നമ്മളെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ സുംറത്തിൽ ഉൾപ്പെട്ട്, ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട് ദുനിയാവിലും ആഖിറത്തിലും കബൂലായ കൂട്ടരിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ ദുനിയാവും ആഖിറവും ഒക്കെ അള്ളാഹു ഏറ്റെടുത്തവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലല്ലാഹു വസല്ലിം വബാരിക അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വ മൗലാന മുഹമ്മദ്.